പെരിന്തൽമണ്ണ നഗരസഭയിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം യുഡിഎഫിന് നഷ്ടമായി. യുഡിഎഫിലെ നിഷ സുബൈർ തെരഞ്ഞെടുപ്പിന് എത്തിയില്ല. തുടർന്ന് 6 അംഗങ്ങളുള്ള സ്ഥിരം സമിതിയിൽ CPMന്റെ 3 പേരുടെ പിന്തുണയോടെ CPMലെ തന്നെ അമ്പിളി മനോജ് അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. വികസനകാര്യ സ്ഥിര സമിതിയിൽ കോൺഗ്രസിലെ ദിനേശ് കണക്കഞ്ചേരി, ലീഗ് വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ പച്ചേരി സുബൈർ എന്നിവർ നാമനിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് നറുക്കെടുപ്പിലൂടെ ദിനേശ് വിജയിക്കുകയായിരുന്നു. 37 കൗൺസിലർമാർ ഉള്ള പെരിന്തൽമണ്ണ നഗരസഭയിൽ 21 കൗൺസിലർമാരുടെ പിൻബലത്തോടെ അധികാരത്തിൽ വന്നതാണ് UDF ഭരണസമിതി. മുസ്ലിം ലീഗിലെ പച്ചേരി സുരയ്യയാണ് ചെയർപേഴ്സൺ. കോൺഗ്രസിലെ MP ഫസൽ മുഹമ്മദിനെ വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തിരുന്നു. മുസ്ലിം ലീഗിന് 15ഉം കോൺഗ്രസിന് 5ഉം CPMന് 16ഉം അംഗങ്ങളാണ് ഉള്ളത്. ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ T ഖദീജ, ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായി മുസ്ലിം ലീഗിലെ നാലകത്ത് ബഷീർ, പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷനായി മുസ്ലിം ലീഗിലെ പച്ചേരി ഹുസൈന എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ ദിനേശ് കണക്കഞ്ചേരി, ലീഗിന്റെ വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ പച്ചേരി സുബൈർ എന്നിവർ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. എന്നാൽ 3 വീതം അംഗങ്ങൾ ഉള്ളതിനാൽ നറുക്കെടുപ്പിലൂടെ ദിനേശ് കണക്കഞ്ചേരി ജയിക്കുകയായിരുന്നു. ദിനേശ് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം UDFന് നഷ്ടമായി. വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതിയിൽ UDFനും LDFനും 3 വീതം അംഗങ്ങളാണ് ഉള്ളത്. UDFിലെ നിഷ സുബൈർ തെരഞ്ഞെടുപ്പിൽ എത്തിയില്ല. CPMലെ അമ്പിളി മനോജ്, സുരയ്യ ബാനു, അജിൽ കുമാർ എന്നിവരുടെ പിന്തുണയോടെ അമ്പിളി മനോജ് വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന നിഷയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് പിന്നാലെ നഗരസഭയിലും UDFിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടില്ല എന്നതിന് തെളിവാണ് നഗരസഭയിൽ ഈ സ്ഥിതിയിലെത്തിയത്. നഗരസഭയിലും മണ്ഡലത്തിൽ ആകെയും വൻ വിജയമാണ് UDF നേടിയിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് വരികയാണ്. മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ നടക്കും. പഞ്ചായത്തുകളിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.